ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോ ഒരു കിഡിലനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മിക്ക എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം പൊറോട്ട. അടിപൊളി പൊറോട്ട ഉണ്ടെങ്കിൽ നല്ല ചൂട് പൊറോട്ട ഉണ്ടെങ്കിൽ ബീഫ് കറി ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആരുണ്ടല്ലേ? അപ്പം ഞാൻ എൻ്റെ രീതിയിലല്ല, എൻ്റെ വാപ്പച്ചിയാണ് ഇന്ന് പൊറോട്ട ഉണ്ടാക്കുന്നത്. എൻ്റെ വാപ്പച്ചി എങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ കാണാം. അതിനുവേണ്ടി പൊറോട്ടയ്ക്ക് വേണ്ടി ഞാനിവിടെ ഒരു 1.5 കിലോ മൈദാമാവാണ് എടുത്തേക്കുന്നത്. 1.5 കിലോ മൈദാമാവ്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്, അത്രയും മതിയാകും. പിന്നെ നമ്മൾ ഈ ഉപ്പും ബേക്കിംഗ് സോഡയും പഞ്ചസാരയും മാവും കൂടെ നല്ലോണം ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ, പഞ്ചസാര, ഉപ്പ് എല്ലായിടത്തും ഒന്ന് ആവാനും. പിന്നെ നമ്മൾ അതിന് ശേഷം ഒരു 2 മുട്ട നമ്മൾ ഈ മാവിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച് കൊടുക്കാം. 2 മുട്ടയാണ് ഈ 1.5 കിലോ മാവിന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഞാനിവിടെ ഏകദേശം ഇപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെയും വെള്ളം ഒഴിച്ച് നമുക്ക് കുഴയ്ക്കാവുന്നതാണ്. ഇപ്പോൾ 2 കപ്പും വെള്ളം, 2 മുട്ട, 1.5 കിലോ മൈദാമാവ്, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം നമുക്ക് കുഴച്ചെടുക്കണം. നമുക്ക് നല്ലോണം ഈ പാത്രത്തിൽ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അയച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു കിച്ചൺ കൗണ്ടറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് അയച്ചെടുക്കണം. നമുക്ക് നല്ല സോഫ്റ്റ് ആവുന്നിടം വരെ ഈ മാവ് നല്ലപോലെ ഒന്ന് അയച്ചു കൊടുക്കണം. ഇതുപോലെ മാവ് കുഴച്ച് വരുമ്പോൾ മാവിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോകാത്ത രൂപത്തിൽ വേണം നമുക്ക് നല്ലപോലെ ഒന്ന് അയച്ചെടുക്കാനും. ഇവിടെ മാവ് ഏകദേശം നല്ലപോലെ അയഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വലിയൊരു ബോൾ രൂപത്തിലാക്കാം. ഇതേപോലെ ആക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവ് കുറച്ച് എണ്ണ തടവണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഡാൽഡ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിത് വെക്കാൻ പോകുന്ന പാത്രത്തിലും ആ മാവിൽ നല്ലോണം എണ്ണ തടവിയിട്ട് നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂർ നമ്മളൊരു പ്ലാസ്റ്റിക് റാപ്പോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലോ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് നല്ലോണം ഒരു ഈർപ്പം വേണം. ആ തുണി വെച്ച് നമുക്ക് ഈ ബോളൊന്ന് കവർ ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ അരമണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. പിന്നെ അരമണിക്കൂറിന് ശേഷം നമുക്കത് മാറ്റിയിട്ട് മാവ് കട്ട് ചെയ്തിട്ട് ചെറിയ ബോൾ പോലെ ആക്കിയെടുക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ടവൽ മാറ്റി നോക്കിയപ്പോൾ നല്ലപോലെ സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട്. ഇതേപോലെ നല്ല വൃത്തിക്ക് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്ത് അത് ബോൾ രൂപത്തിലാക്കിയെടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് ബോൾ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു ബോളിൽ നിന്ന് നമുക്കൊരു 2 പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. ഈ ബോളിൽ നിന്ന് നമ്മൾ ഇതൊന്ന് വീശിയെടുക്കുമ്പോൾ 2 പൊറോട്ടയ്ക്കുള്ള മാവ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതേപോലെ നമ്മളിങ്ങനെ ഓരോ ബോൾസാക്കി മാറ്റും. നമ്മൾ ഈ ഒരു മാവിൽ നിന്ന് ഒരു 38-40 പൊറോട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ 1.5 കിലോ മാവിൽ നിന്ന്. പിന്നെ ഓരോ പൊറോട്ടയുടെ വലുപ്പം അനുസരിച്ച് നമ്മൾ കുറയും. ഞാൻ ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമാണ് പറഞ്ഞേക്കുന്നത്. അതൊരു ഏകദേശം എനിക്കിതിനകത്തൊരു 39-40 പൊറോട്ടയോളം കിട്ടിയായിരുന്നു. അപ്പം ഇതേപോലെ നമ്മൾ ബോൾ രൂപത്തിൽ ആക്കി വെക്കണം. ഇതേപോലെ ഇതും നല്ലപോലെ നമ്മൾ ബോൾ പോലെ ആക്കിയിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ച് നല്ലപോലെ ഒന്ന് തടവി വെക്കണം. എല്ലാ ബോൾസും നല്ലപോലെ എണ്ണ വെച്ചാണ് നമ്മൾ ഇത് തടവി വെച്ചേക്കുന്നത്.
അപ്പോൾ ബോൾസ് എല്ലാം നല്ലപോലെ എണ്ണയൊക്കെ പുരട്ടി നല്ലപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒരു കിച്ചൺ ടവൽ വെച്ച് ഒന്ന് മൂടി വെക്കാം. ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ബോൾസ് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി നല്ല വലിപ്പം ഒന്നും കൂടെ വെച്ച് ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ കിച്ചൺ കൗണ്ടറിൽ നമുക്ക് നല്ലപോലെ ഒന്ന് എണ്ണ പുരട്ടിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലും ഒന്ന് എണ്ണ പുരട്ടിയിട്ട് അതൊന്ന് അമർത്തി കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് റോളിംഗ് പിന്ന് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല കട്ടി കുറച്ച് നല്ല വലിപ്പത്തിൽ പരത്തിയിട്ട് ഇതുപോലെ വീശിയെടുക്കണം. ഇതുപോലെ വീശിയടിക്കുമ്പോൾ ഒന്നും കൂടെ മാവ് നല്ല സ്ട്രെച്ചായിട്ട് നല്ല തിന്നായിട്ട് വരും. എന്നിട്ട് നമുക്ക് അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ ചുറ്റി വെക്കണം. ഇതേ രീതിയിൽ നമ്മളിതുപോലെ ചുറ്റി വെക്കണം. ഇത് ചുറ്റി വെക്കുമ്പോൾ നല്ല റോസ് ഫ്ലവറിൻ്റെ കൂട്ടൊക്കെ ഇരിക്കുന്ന ഇതേ രീതിയിൽ നമുക്ക് ചുറ്റി വെക്കണം. ഇതേപോലെ ഒന്നുകൂടെ കാണിച്ചു തരാം. കിച്ചൺ കൗണ്ടറിൽ നല്ല എണ്ണയൊക്കെ പുരട്ടിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ എടുത്തിട്ട് ഇതേപോലെ മാവൊന്ന് പരത്തി കൊടുക്കുക കൈവച്ച്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റോളിംഗ് പിന്ന് വെച്ച് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നല്ല തിന്നായിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കുക. ഇനി നമുക്ക് ആ മാവെടുത്തിട്ട് നല്ലപോലെ ഒന്ന് വീശി അടിക്കണം. ഇതേപോലെ ഒന്ന് പൊക്കി വീശി അടിക്കണം. വീശി അടിച്ചിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് കീറിയൊക്കെ പോകും, അതൊന്നും പ്രശ്നമില്ല. എന്തായാലും നമ്മൾ കട്ട് ചെയ്തിട്ട് അതൊന്ന് ചുറ്റിയെടുക്കും, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് രണ്ടായിട്ടൊന്ന് കീറി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ചുറ്റിയെടുക്കുക. കണ്ടോ? ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാ ബോൾസും നമുക്ക് ഇതേപോലെ വീശി അടിച്ചിട്ട് നമുക്ക് കീറി ഇതുപോലെ ചുറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ എല്ലാ ബോൾസും നമ്മൾ ഇതുപോലെ വീശി അടിച്ച് കീറി നമ്മൾ ചുറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. എനിക്കൊരു 39 പൊറോട്ടയ്ക്കുള്ള മാവാണ് ഇതിനകത്ത് നിന്ന് കിട്ടിയത്. ഇതേപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ വെച്ചപ്പോൾ നല്ല റോസ് ഫ്ലവറൊക്കെ ഇരിക്കുന്ന പോലെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്ക് ഇതിനി നമുക്ക് പരത്തി ചുട്ടെടുക്കാം. അപ്പം ഞാനൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 തവയാണ് വെച്ച് കൊടുത്തേക്കുന്നത് പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ഒരു പരത്തുന്ന ഇതിലേക്ക് ഇതുപോലെ ഇതേ രൂപത്തിൽ അത് വെച്ചിട്ട് ഇതുപോലെ കൈ വെച്ചൊന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ അമർത്തിയിട്ട് ഇതേപോലെ ഓരോ പൊറോട്ടയുടെ മാവും നമ്മൾ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കൈ വെച്ച്. ഒരു എണ്ണ കുറച്ച് കയ്യിലെടുത്തിട്ട് വേണം നമ്മളിതൊന്ന് അമർത്തി കൊടുക്കാൻ. എന്നിട്ട് ആ പൊറോട്ടയുടെ മുകളിലും കുറച്ച് എണ്ണ തടവി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചൂടായി കിടക്കുന്ന തവയിലോട്ട് നമ്മളിതുപോലെ പൊറോട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് മുരിഞ്ഞിട്ടുമ്പോൾ ഒരു ഏകദേശം ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ തൂവിയിട്ട് തിരിച്ചിടണം. ഇതേപോലെ മുരിഞ്ഞ് കിട്ടിയ ഒരു സൈഡ്. ഇനി നമ്മൾ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും മുരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് തവയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇതേപോലെ 1-2 പ്രാവശ്യം ഒന്ന് മറിച്ചും തിരിച്ചും നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ മറിച്ചും തിരിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇതേപോലെ ഇതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാറ്റി. അങ്ങനെ 3-4-5 പൊറോട്ട ചുട്ടെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം. പൊറോട്ട എല്ലാം കൂടെ നല്ല ചൂടായിരിക്കും, എന്നാലും നമ്മൾ അപ്പം തന്നെ അടിക്കണം. അല്ലേ നമുക്ക് ആ ലെയർ പോലെ കിട്ടത്തില്ല, നല്ല സോഫ്റ്റ് ആവത്തില്ല. ഈ ഒരു രൂപത്തിലാണ് ഇപ്പോൾ പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിന് ബാക്കിയുള്ള പൊറോട്ട എല്ലാം പരത്തി നമുക്ക് ചുട്ടെടുക്കാം.
അത് ഒരെണ്ണം എടുത്തൊന്ന് കാണിച്ച് നല്ല ആവി പറഞ്ഞു. അപ്പോൾ ഇതാണ്ട് നമ്മുടെ അടിപൊളി പൊറോട്ട, നമ്മുടെ കേരള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ഫ്ലേക്കി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് പൊറോട്ടയൊക്കെ നല്ല ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് അല്ലേ. അപ്പോൾ അടിപൊളി പൊറോട്ട. അപ്പോൾ എന്തെളുപ്പം വീട്ടിലുണ്ടാക്കാനില്ല, നമുക്ക് ഇനി കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും മതി. നമുക്ക് കുറച്ച് മാവ് കുഴച്ച് വെക്കുന്ന ടൈമേ പോകുന്നുള്ളൂ, ബാക്കി എല്ലാം വളരെ പെട്ടെന്നുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. നല്ല ചൂട് ബീഫ് കറി, ഫ്ലേക്കി ആയിട്ടുള്ള പൊറോട്ട, നല്ല അടിപൊളി പൊറോട്ട. ഇതോട്ട് വെക്കുന്ന നമ്മുടെ ബീഫ് കറി ഞാൻ അങ്ങോട്ട് അടിപൊളി, സൂപ്പർ, അടിപൊളി. ഓക്കെ, ഒന്ന് കഴിക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വേണ്ട അടിപൊളി. നല്ല എരിവുണ്ട് ബീഫ് കറിയും, നല്ല കറക്റ്റ് എരിവ്. പൊറോട്ട അടിപൊളി സോഫ്റ്റ്, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രുചിയുണ്ട് പൊറോട്ടയ്ക്കൊക്കെ. ഇതാ നല്ല ഫ്ലേക്കി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പൊറോട്ടയൊക്കെ. ബീഫ് എന്താ നല്ല സോഫ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, ഇതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, കിടില. അപ്പോൾ നിങ്ങൾ എന്തായാലും പൊറോട്ട ബീഫ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് പൊറോട്ടയും ബീഫും. ബീഫ് ഉണ്ടെങ്കിൽ പൊറോട്ട ഉണ്ടെങ്കിൽ ബീഫ്, അടിപൊളി. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ഒന്ന് കഴിച്ചെടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. പിന്നെ ഒന്ന് ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയായിട്ട് വരുന്നിടം വരെ താങ്ക് യു.